തേങ്ങ അരിയൊക്കെ ഇപ്പൊ തന്നെ വില? അരി കുഴപ്പമില്ല. അരി CAരി 40, 38, 37 വില കുറവുണ്ട് ഇപ്പോഴും. ഇപ്പൊ വില കുറവാണ്. JAരി വില കുറവുണ്ട്. 42 രൂപയൊക്കെ ചോറ് കിട്ടാൽ മതി. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട് ചൂട്? അവസാനം ചൂടാണ്. ആണോ? നല്ല ഇപ്പൊ ഇങ്ങനെ പോയാൽ നമ്മുടെ നാട് മരുഭൂമിയാവോ? മരുഭൂമിയാവും. ഇങ്ങനെ പോകാണെങ്കിൽ മരുഭൂമിയാവും. അതിന്റെ കൂട്ടത്തിൽ ഇലക്ഷൻ ചൂടും. ഒരേ സമയം ഓരോ വർഷം ചെല്ലുമ്പോൾ ചൂട് കൂടിക്കൊണ്ട് എന്തെങ്കിലും പറയാം. എല്ലാം ഇന്റർനെറ്റ്, കോൺക്രീറ്റ്, ടെറസ്, അങ്ങനെ ആ സ്ഥലങ്ങളെല്ലാം പിന്നെ മണ്ണിന്റെ ഭാഗമില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് വലിച്ചെടുത്തോണ്ടിരുന്ന പച്ചപ്പും മണ്ണും ഒക്കെ മാറി അവിടെ കോൺക്രീറ്റും സിമെന്റും ടാറും ഒക്കെ ആയി. അപ്പൊ പിന്നെ ചൂട് കൂടും. നമ്മള് പൂവാറുന്ന് ഉച്ചക്കട വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വയ്ക്കുമ്പോൾ ഇത് വിരാലി എന്ന സ്ഥലത്തിൻ്റെ പേര് വിരാലി അക്കു സ്റ്റോർ. അവിടെ ഒരു ചേട്ടനിങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു കടയിൽ താഴെ കാറ്റും കൊണ്ട്. നല്ല കാറ്റുണ്ട്. ചൂടാണെങ്കിലും നല്ല പൊള്ളുന്ന ചൂടാണ്. ഇപ്പോൾ സമയം 12:45 നല്ല കാറ്റുണ്ട് ഇവിടെ. നമുക്ക് ആ ചേട്ടനുമായിട്ടൊന്ന് സംസാരിക്കാം. ചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരം. എന്തുണ്ട് ചേട്ടാ? എന്താ പേരെന്താ? രാജു. എത്ര നാളായി ഇവിടെ? 3 വർഷമായി. 3 വർഷമായി. അതിന് മുമ്പ് പലചരക്കട തന്നെ. മുറുക്കാൻ കട അതിനെ ഡെവലപ്പ് ചെയ്ത് പലചരക്കട ആക്കി. വിരാലി എന്ന് പറയുമ്പോഴത്തേന് സ്ഥലം വിരാലി എന്നാണ്. എന്താണ് ഈ വിരാലി? എങ്ങനെ പണ്ട് ഇങ്ങനെ വെരളിച്ചെടി വന്ന് ചെടി ഉണ്ടായിരുന്നു. വിരളിച്ചെടി. അപ്പൊ ആ വിരളിച്ചെടി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കച്ചേരി പൂവുണ്ടല്ലോ, അതുകൊണ്ട് ചെടി. അതാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. ആ സമൂഹം വെച്ചിട്ട് അതാണ് അവർ പിന്നെ ഈ വ്യാലിയാണ് കാണിക്കുന്നത്. ആ വിരലി ചെടി എന്നുള്ള സങ്കല്പത്തിനെ വ്യാലിയാക്കി പറഞ്ഞു വ്യാലിയായി. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇത് ഉച്ചക്കടയ്ക്കും പൂവാറിനും ഇടയിലുള്ളൊരു ചെറിയ സ്ഥലം കുളത്തൂർ പഞ്ചായത്തിൽ വരും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ വിരാലി ഉണ്ടായത്. അതുകൊണ്ട് പലചരക്കട കച്ചവടമൊക്കെ ഉണ്ടോ? പഴമൊക്കെ നാടൻ പഴമാണോ? ഇവിടെ അടുത്ത് തന്നെ അവർ കൊണ്ടുവരും, നമ്മൾ വാങ്ങിച്ചു കഴിക്കും. അല്ല വാങ്ങിച്ചു കഴിക്കല്ല, വാങ്ങിച്ചു കഴിക്കും. 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 30 രൂപയ്ക്കാണ് വിൽക്കുന്നത്? 10 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 100 രൂപയ്ക്ക് വാങ്ങിച്ചാൽ പിന്നെ 120 രൂപയ്ക്ക്. അത്രേ ഉള്ളൂ. അപ്പോൾ 10 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 12 രൂപ കച്ചവടമേ ഉള്ളൂ. നമുക്ക് 50 രൂപ 1 കിലോയ്ക്ക് സാധനം വാങ്ങിയാൽ 60 രൂപയ്ക്ക്. അത്രേ ഉള്ളൂ. അതിനൊക്കെ പറഞ്ഞ ലാഭമൊന്നും പറ്റില്ല. എല്ലാ ആൾക്കാരും അങ്ങനെ ചിലപ്പോൾ 2 രൂപ കൂട്ടി വയ്ക്കും, 2 രൂപ കുറച്ച് വയ്ക്കേണ്ടി വരും. ചില സമയത്ത് ചിലപ്പോൾ ഒരുമിച്ച് പഴുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2 രൂപ കുറച്ച് വയ്ക്കും. പഴുത്തൊക്കെ പോണത് ഇവിടെ പഴുത്ത് അത് ആരെങ്കിലും നേരത്തെ കൊടുക്കുമ്പോൾ 10 രൂപയ്ക്ക് നോക്കിയാണെങ്കിൽ കുറച്ച് നേരത്തെ കൊടുക്കും. ചീത്തയായി പോയാൽ അതെ ഇവിടെ ചീത്തയായി പോകും. അപ്പൊ നഷ്ടക്കച്ചവടം. അത് നഷ്ടക്കച്ചവടം തന്നെ. അരിയൊക്കെ ഇപ്പൊ തന്നെ വില? അരി കുഴപ്പമില്ല. അരി CAരി 40, 38, 37 വില കുറവുണ്ട് ഇപ്പോഴും. JAരി വില കുറവുണ്ട്. 42 രൂപയൊക്കെ ചോറ് കിട്ടാൽ മതി. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട്? ചൂട്? അവസാനം ചൂടാണ്. ആണോ? നല്ല ഇപ്പൊ ഇങ്ങനെ പോയാൽ നമ്മുടെ നാട് മരുഭൂമിയാവോ? മരുഭൂമിയാവും. ഇങ്ങനെ പോകാണെങ്കിൽ മരുഭൂമിയാവും. അതിന്റെ കൂട്ടത്തിൽ ഇലക്ഷൻ ചൂടും. ഒരേ സമയം ഓരോ വർഷം ചെല്ലുമ്പോൾ ചൂട് കൂടിക്കൊണ്ട് എന്തെങ്കിലും പറയാം. എല്ലാം ഇന്റർനെറ്റ്, കോൺക്രീറ്റ്, ടെറസ്, അങ്ങനെ ആ സ്ഥലങ്ങളെല്ലാം പിന്നെ മണ്ണിന്റെ ഭാഗമില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് വലിച്ചെടുത്തോണ്ടിരുന്ന പച്ചപ്പും മണ്ണും ഒക്കെ മാറി അവിടെ കോൺക്രീറ്റും സിമെന്റും ടാറും ഒക്കെ ആയി. അപ്പൊ പിന്നെ ചൂട് കൂടും. കാലിലോ ചെളി പൊടി പറ്റാൻ പറ്റാതെ വീട്ടിൽ കയറാം. ഇതിനിടയ്ക്ക് അവിടെ മല്ലി ഉണക്കുന്നുണ്ട്. മല്ലി ഉണക്കുന്നത് എന്താണ്? ഇത് പൊടിക്കാൻ വേണ്ടി നമ്മൾ തന്നെ കഴി ഉണക്കും. കഴി ഉണക്കി പിന്നെ കൊടുത്ത് പൊടിച്ച് ചൂടാക്കി വയ്ക്കും. നമ്മൾ പാക്കറ്റാക്കി. അപ്പൊ അങ്ങനെയുള്ള പരിപാടിയുണ്ട്. മല്ലി മാത്രമേ വയ്ക്കുള്ളൂ? മല്ലിയുടെ മുളക് പൊടിച്ച് വരുന്നുണ്ട്. മുളക് കഴിയാണോ പിടിക്കുന്നത്? ഇല്ല കഴിയില്ല. പിന്നെ വേസ്റ്റൊക്കെ തിരിച്ചിട്ട് പിന്നെ ഉണക്കി പൊടിക്കും. എന്നിട്ട് ആ പൊടിയായിട്ട് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ്. ശകലം വേസ്റ്റും പൊക്കിയില്ല ഒരു സാധനത്തിന്. എല്ലാം ഒറിജിനൽ സാധനം. മുളകിനകത്ത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ തണ്ടല്ലേ? തണ്ട്. അതിന് ഈ കല്ല് മണ്ണൊക്കെ കിടക്കും. ഒരു ചാക്ക് അപ്പൊ അത് നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ കറുത്ത മണ്ണുണ്ടാവും അവിടെ. അതെല്ലാം തിരിച്ച് മാറ്റിയിട്ട് നല്ല രീതിയിൽ സാധനം. മുളക് കഴുകി പൊടിക്കണമെന്ന് പറയാറുണ്ടല്ലോ. ചിലർ കഴുകി പൊടിക്കും. കഴുകി ഉണക്കാൻ. അപ്പൊ അത്രയും നമ്മൾ ബുദ്ധിമുട്ടത്തില്ല. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ കാശാവും. വീട്ടുകാരെ അങ്ങനെ ചെയ്യുക. നമ്മൾ കടക്കാരാകുമ്പോൾ അങ്ങനെ എല്ലാം തിരിച്ച് മാറ്റിയിട്ട് ഉണക്കി പൊടിക്കും. കഴുകുന്നില്ല എന്ന് സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങളെല്ലാം കഴുകി ഭയങ്കരമായിട്ട് പൊടിയെല്ലാം മാറ്റിയിട്ടേ പൊടിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ കള്ളത്തരം എന്ന് പറയുന്നത്.
ചെയ്യുന്ന കാര്യം അപ്പോൾ അങ്ങനെ 1 കിലോ മുളക് പൊടിക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? 1 കിലോ ഇപ്പം തന്നെ 320 രൂപ വിൽക്കും. ഇവിടെ 230 രൂപ വിലയാവും. 230 രൂപ വിലയാവും. അത് ഉണക്കുമ്പോഴത്തേക്ക് ഒരു പിന്നെ 5.5 കിലോ എടുത്താൽ തന്നെ 5 കിലോ കിട്ടും. ഓ ശരി ശരി. ഒരു 700 ഗ്രാം വരെ പോകും മൊത്തത്തിൽ. ഓ കുറയും. പൊടിക്കുമ്പോഴത്തേക്ക് 200 ഗ്രാം വീണ്ടും കുറയും. അപ്പോൾ എന്തായാലും നമുക്ക് 50 രൂപ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എല്ലാം കയ്യിലുണ്ട്. നമുക്ക് കണക്കെന്ന് പറഞ്ഞാൽ ഇത് വലിയ ശാസ്ത്രജ്ഞനാവണമെന്നില്ല, ഇതിൻ്റെ വകുപ്പുകളൊക്കെ പിടിയുണ്ട്. ഇത്ര നാളത് പരിചയമുണ്ട്. ഒരു തട്ട് മുട്ട എടുത്താൽ 30 മുട്ട, 5 രൂപ 25 പൈസയ്ക്ക് 5.32 രൂപയാണെങ്കിൽ 6 രൂപ വിൽക്കും. പിന്നെ 5 രൂപ 4 രൂപയ്ക്കാണെങ്കിൽ 4 50 പൈസ വിൽക്കും. പിന്നെ 5 രൂപയ്ക്കാണെങ്കിൽ 5 50 പൈസ വിൽക്കും. ഈ ചില്ലറ വരുന്നത് 5 പൈസ വിൽക്കും. ഓ അത് ശരി, അതൊക്കെയാണ് എൻ്റെ പരിപാടികൾ. അപ്പോൾ 5 രൂപ 69 പൈസ വെക്കും. ശരി 5 രൂപ 69 പൈസ വന്നാൽ പിന്നെ 6 രൂപ 50 പൈസ വിൽക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണ്? ഈ നാട്ടിൽ എങ്ങനെയുണ്ട് പൊതുവെ അന്തരീക്ഷം? എല്ലാവരും നല്ല രീതിയിൽ ഇതാണ് അല്ലേ, ജലം വെള്ളം സാധാരണ ഏകദേശം കിട്ടും. പിന്നെ ഒരു കുളങ്ങളുണ്ട്, തീർത്ഥാടനങ്ങളൊക്കെ താഴോട്ട് ഈ ഭാഗത്തുണ്ട്. നീർത്തടങ്ങളുണ്ട്. വെള്ളം കുറവാണ്. കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ? കൃഷിയൊക്കെ ഉണ്ട്. വാഴ കൃഷിയാണ് കൂടുതൽ. വാഴ കൃഷി, അല്ല ഈ കൊല തൂങ്ങി കിടക്കുന്ന വാഴ കൃഷി. പിന്നെ നെൽകൃഷി കുറവാണ് ഇപ്പോൾ. കുറവാണ്. എന്നാലും ഉണ്ടോ നെൽകൃഷി? ഉണ്ടോ? എന്നാലും കുറേശ്ശൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നെല്ല് അരിയോ എല്ലാം കിട്ടുമോ? അത് കിട്ടാം. പിന്നെ കുറേശ്ശൊക്കെ കൃഷി ചെയ്ത് അവരെ എടുക്കും. അപ്പോഴത്തെ കാര്യത്തിൽ പണ്ടത്തെ പോലെ നല്ല കൃഷിയുണ്ടോ? 2 3 വാഴയെങ്കിലും നടത്തുന്നത്? 4 കൂടെ വാഴ വീട്ടുകളിലുണ്ട്. അപ്പോൾ അതിൻ്റെ പോലെയാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ഒന്നെങ്കിലും കൊണ്ട് എല്ലാം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ 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 അതെ. അപ്പോൾ കുറേ കാലമായിട്ട് പല കച്ചവടം തന്നെയാണ് ചെയ്യുന്നത്. ബ്രാലി എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ഇവിടുത്തെ ഈ നാടുമായിട്ട് ഇഴുകി ചേർന്നങ്ങ് ജീവിക്കുകയാണ്. എന്തായാലും സന്തോഷം തന്നെ. കുടുംബമൊക്കെ ഹാപ്പിയായിട്ട് പോകുന്നു. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ചെയ്യാൻ അനുഭവിക്കാനുള്ള നമ്മൾ അനുഭവിച്ച് തന്നെ പറ്റും. മക്കളൊക്കെ മക്കളെ 3 പേരുണ്ട്. കല്യാണം കഴിഞ്ഞു. പിന്നെ +2 ആയിട്ട് പിന്നെ ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ട്. ഇപ്പോൾ കുറേ ദിവസം ജോലി വേണ്ട നടന്നിട്ട് ഇപ്പോൾ ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ കരാർ പണിക്കൂടെ പോകുന്നത് പഞ്ചായത്തിൻ്റെ ബൾബ് ട്യൂബൊക്കെ മാറ്റുന്നില്ല. നമ്മളോട് 900 രൂപ കിട്ടും മാസം, മന്ത്ലി തന്നെ മാസ ശമ്പളം. പിന്നെ രണ്ടാമത്തെ മോള് ബാലോട്ട് തയ്ച്ചു. അവിടെ ഒരു ജോലി മറ്റേ സിൻകോട്ട് കമ്പനിയിൽ ജോലിയുണ്ട്. നല്ല കുഴപ്പമില്ല. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഈ വിലവരപ്പെട്ടി ഒന്ന് എഴുതി വെക്കണം നിർബന്ധമൊന്നുമില്ല, ബോർഡ് മാത്രം മതി. അതിന് പ്രൈസ് ഒന്നും വരുന്നില്ലല്ലോ. പ്രൈസ് ആരും എഴുതാറില്ല. എഴുതി വെക്കാൻ എന്നും മാറ്റണം ഇത്, ചോക്ക് വെച്ച് എഴുതിയാൽ മതി. അപ്പോൾ ചേട്ടാ, ഞങ്ങളുടെ യാത്രക്കിടയിൽ ഇങ്ങനെ ചേട്ടൻ ഇവിടെ ഇരിക്കുന്ന കണ്ട് ഒരു കാറ്റും കൊണ്ടൊക്കെ ഇരിക്കുന്നു. പലരും സ്വന്തം പ്രസ്ഥാനം, സ്വന്തം മലയാളിയാണ്, അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഈ നാടിൻ്റെ പ്രത്യേകതകളൊന്ന് അന്വേഷിക്കാം. നമ്മുടെ പണി ഇതാണ്. ഞങ്ങൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ വളരെ സന്തോഷം. കച്ചവടങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ. ജീവിതത്തിലെ വിഷമങ്ങളൊക്കെ മാറി നന്നായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനേ ഞാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ചേട്ടന്മാരുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര. ഈ യാത്ര നാളെയും നമ്മൾ തുടരുകയാണ്. അപ്പോൾ എല്ലാവരും ഒപ്പം ഉണ്ടാകണം അല്ലേ? അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് കാണണമെന്നും കൂടെ പറ. ഇത് എല്ലാവരും ഈ ചാനൽ കാണണം, കണ്ട് പിന്നെ റിപ്പോർട്ട് അവർക്ക് കൊടുക്കണം. അതായത് കമൻറ്റ് ഇടണമെന്നാണ് ഈ പറഞ്ഞത്. എല്ലാവരും അതുപോലൊക്കെ ചെയ്യണം. ചെയ്യണം. നമുക്ക് നാളെ കാണാം.